ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമ്മളൊരു ക്രിസ്മസ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്രിസ്മസിന് ട്രീ ഒരുക്കാനും പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഇതൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു പുൽക്കൂടും ട്രീയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ സെറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റാർ പോലും എൻ്റെ വീട്ടിൽ ഇന്ന് വരെ ഇട്ടിട്ടില്ല, അതാണ് സത്യം. പക്ഷേ ഇപ്പോൾ കുട്ടികളും സ്കൂൾ വെക്കേഷനും ഒക്കെ ആയപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാമെന്നുള്ള നിലയിൽ രാവിലെ ഒരു 9 മണി സമയത്തൊക്കെ ഇരുന്ന് സമയമെടുത്ത് ഇത്രയും ചെയ്ത് ഇതേ ഒരു രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഉച്ച വരെയൊക്കെ സമയമെടുത്തിട്ടാണ് ഇങ്ങനെ ഫുൾ സെറ്റായത്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും എൻ്റെ മക്കളും എല്ലാവരും, ഞങ്ങളുടെ 8 ആളുണ്ട്, എല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ട്രീ ഒക്കെ തലേ ദിവസം പോയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ രീതിയിലൊന്നും ഞങ്ങൾക്ക് പൈസ ചിലവായിട്ടില്ല. വളരെ ചെറിയൊരു രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫണ്ടൊക്കെ ചിലവാക്കി നമ്മൾ കൂടുതൽ ഇതിനേക്കാളും സെറ്റ് ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇതൊക്കെ ഞങ്ങളുടെ ഒരു കഠിനാധ്വാനം ഉണ്ട് കേട്ടോ അതിൽ. അതുകൊണ്ട് നല്ലൊരു ഭംഗി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ നമ്മളൊരു ചെറിയൊരു പ്ലം കേക്ക് വാങ്ങിച്ചു. അപ്പോൾ അത് അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. തലേ ദിവസം സാധനങ്ങൾ മേടിച്ചെങ്കിലും സാവധാനം ചെയ്യാം, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിൽ ആക്കിയൊക്കെ പൊന്നാനിയിലോട്ട് അവരുമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ സൺഡേ തന്നെ ഞങ്ങളിത് ആഘോഷിച്ചു. മൺഡേ അവർ പോയി. അപ്പം നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ ഒക്കെ മുഖംമൂടിയൊക്കെ പൊന്തിച്ചിട്ടാണ് കേട്ടോ കേക്ക് അസക്കുട്ടി കൊടുത്തത്. പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തു. കുറച്ച് നേരം രാവിലെ മുതലുള്ള ഒരു പുൽക്കൂട് നിർമ്മാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചു, ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഈവനിങ്ങിനാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് അസക്കുട്ടി ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞങ്ങളെ വീട്ടിലൊരു ഗസ്റ്റ് വന്നതാണ്. അമ്മായിയുടെ മകളും അതിൻ്റെ മകളും കൂടെ വന്നു. അപ്പോൾ അവരും കൂടി ഞങ്ങളെ കൂടെ എൻജോയ് ചെയ്യാണ്ടായിരുന്നു. വീഡിയോയിലൊന്നുമില്ല, അവരിങ്ങനെ പുറത്തു നിന്ന്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. പുറത്തുള്ളവർക്കും ഞങ്ങളുടെ ഉമ്മ എല്ലാവരും അവിടെ സൈഡിലുണ്ട്. കുട്ടികളെ ഇങ്ങനെ എൻജോയ് ചെയ്യണത് കണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം സ്കൂളിൽ സെലിബ്രേഷൻ കഴിഞ്ഞു. ഗിഫ്റ്റുകളൊന്നും കൈമാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ട്യൂഷനിലുണ്ടായിരുന്നു. ട്യൂഷനിലും നന്നായിട്ട് അവർ അടിച്ചു പൊളിച്ചു. 24-ാം തീയതി ആയിരുന്നു ട്യൂഷനിലെ ആഘോഷം ഉണ്ടായിരുന്നത്. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഇവർക്കും ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമ്മളിതിൽ കാണിക്കുന്നില്ല. നമ്മളുടെ ക്രിസ്മസ് ആഘോഷം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ, അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ 2024 ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും 10 ദിവസമൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. അടിച്ച് പൊളിക്കുക. പിന്നെന്താ, അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുതിയൊരു വർഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അസക്കുട്ടി ബൈ പറഞ്ഞേ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സഹകരിക്കാനൊന്നും മറക്കരുത്. ബൈ.